ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിന്റെ സീസൺ 2-ലെ 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പാവുന്നോ അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോട്ട് സമയങ്ങൾ അത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ എറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സർവേ കോപ്സും മിലിറ്ററി പോലീസും പുറപ്പെടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എറിനെയാണ്. എറിൻ, നീ എഴുന്നേറ്റോ എന്ന് റെയ്നർ അവനോട് ചോദിക്കുന്നു. അപ്പോഴാണ് എറിൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ 2 കൈകളും ഇപ്പോ കാണാനില്ല. അയ്യോ, എന്റെ കൈകൾ എവിടെ എന്ന് പറഞ്ഞ് അവൻ ടെൻഷനാവുന്നു. എന്നോട് ക്ഷമിക്ക്, നിന്റെ 2 കൈകളും പോവാൻ കാരണം ഞാനാണ്. ആ ടൈറ്റന്റെ ഉള്ളിൽ നിന്നും നിന്നെ കടിച്ചെടുത്ത സമയത്ത് നിന്റെ കൈകൾ എടുക്കാൻ ഞാൻ മറന്നുപോയി എന്ന് റെയ്നർ അവനോട് പറയുന്നു. കുറച്ചുനേരം മിണ്ടാതെ നിന്ന എറിൻ പെട്ടെന്ന് അവന്റെ കൈ അങ്ങ് കടിക്കുവാണ്. ടൈറ്റനാവാൻ ശ്രമിക്കുന്ന എറിനെ തടുക്കുവാണ് യമീർ. നിൽക്ക് എറിൻ, നീ ചുറ്റും ഒന്ന് നോക്ക്. വാൾമറയുടെ ഉള്ളിലെ വലിയ മരങ്ങളുള്ള ഒരു കാട്ടിലാണ് നമ്മൾ. ഇവിടെ നിന്ന് നോക്കിയാൽ വാൾറോസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ നമ്മൾ ഒരുപാട് ദൂരെയാണ്. ചുരുക്കി പറഞ്ഞാൽ ടൈറ്റൻസ് പൂന്തി വിളയാടുന്ന സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. പിന്നെ നീ ആ കിടക്കുന്ന ടൈറ്റനെ കണ്ടോ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അതൊരു അബ്നോർമൽ ടൈറ്റൻ ആണ്. പിന്നെ നമ്മളുടെ ഈ സൈഡിലുള്ള മരത്തിന് പുറകിൽ ഒളിച്ചു നിൽക്കുന്ന ഈ ടൈറ്റൻ, അതും ഒരു അബ്നോർമൽ ടൈറ്റൻ ആണ്. ഇവർ രണ്ടുപേരും നമ്മളെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്, എന്നാൽ നമ്മളെ ആക്രമിക്കുന്നില്ല. പിന്നെ ഈ 2 നാറികൾ, ഇവരുടെ കയ്യിൽ 3D ഗിയേഴ്സ് ഉണ്ട്. നീ ഒരു ടൈറ്റനായി മാറിയാൽ അവർ നോക്കി നിൽക്കുമെന്ന് തോന്നുന്നില്ല. അവരും ടൈറ്റനായി നിന്നെ ആക്രമിച്ചതിന് ശേഷം തിരിച്ച് ഈ മരത്തിന്റെ മുകളിലോട്ട് വരാൻ അവരുടെ കയ്യിൽ 3D മാനുവൽ ഗിയർ ഉണ്ട്. റെയ്നറിന്റെ കയ്യിലുള്ളത് നിന്റെ കയ്യിലുണ്ടായിരുന്ന 3D ഗിയർ ആണ്. സോ ഇപ്പൊ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് വളരെ വലിയൊരു മണ്ടത്തരമാണ് എന്ന് യമീർ അവനോട് പറയുന്നു. അല്ലെങ്കിലും ഈ അവസ്ഥയിൽ നിങ്ങളെ കൊണ്ട് ടൈറ്റൻ ആവാൻ സാധിക്കില്ല. അതിനുള്ള വെള്ളം അങ്ങ് മാറ്റിവെച്ചേര്. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ശരീരത്തിന് അതിന് സാധിക്കില്ല. ഉള്ള എനർജി മുഴുവൻ നിങ്ങളുടെ ശരീരം റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന് റെയ്നർ അവനോട് പറയുന്നു. നിനക്കെന്താ വട്ടാണോ? നീ പറയുന്ന എന്തെങ്കിലും ഇനി ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് എറിൻ അവരോട് ചോദിക്കുന്നു. ശരിയായിരിക്കാം, എനിക്ക് ഈ ടൈറ്റൻ ശക്തിയെ പറ്റി വലിയ പിടിയില്ല. എന്നെക്കാൾ നന്നായിട്ട് അതിനെപ്പറ്റി നിങ്ങൾക്കറിയാം. റെയ്നർ, എറിന് ബോധം വന്നാൽ ഉടനെ നീ എല്ലാം പറയാമെന്ന് പറഞ്ഞില്ലേ? ഞങ്ങളെ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് യമീർ അവരോട് ചോദിക്കുന്നു. ഞങ്ങളുടെ ജന്മനാട്ടിലോട്ട് നിങ്ങളെ കൊണ്ടുപോകണം. അങ്ങനെ വിളിച്ച ഉടനെ നിങ്ങൾ വരില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ വെച്ച് ഒരു ഫൈറ്റ് ഉണ്ടായാൽ നമ്മൾ കുഴഞ്ഞിരിക്കുന്ന സമയത്ത് മറ്റ് ടൈറ്റനുകൾക്ക് നമ്മളെ തിന്നാൻ സാധിക്കും. അതുകൊണ്ട് ടൈറ്റനുകൾക്ക് അനങ്ങാൻ സാധിക്കാത്ത രാത്രി വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. അതിനി ഓടി രക്ഷപ്പെടാനാണെങ്കിലും. നിനക്ക് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് പകരം നിന്റെ ജന്മനാട്ടിലോട്ട് തന്നെ കൊണ്ടുപോകാമായിരുന്നല്ലോ. എന്തുപറ്റി, നീ കുഴഞ്ഞുപോയോ എന്ന് യമീർ അവനോട് ചോദിക്കുന്നു. നിനക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം എന്ന് റെയ്നർ അവളോട് പറയുവാണ്. ഇതേ സമയം തന്നെ ഒരു ടൈറ്റനായി മാറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനെ പറ്റി ആലോചിക്കുകയാണ് എറിൻ. പക്ഷെ അവനിപ്പോ ടൈറ്റനാവാൻ പറ്റൂല്ലയോ എന്ന് അവൻ അറിയാൻ പാടില്ല. പറ്റില്ലെന്നാണ് റെയ്നർ അവനോട് പറഞ്ഞത്. സോ റെയ്നറിന് പോലും വിശ്രമിക്കാൻ അവിടെ തങ്ങേണ്ടി വന്നു. അവൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ എന്റെ ടൈറ്റൻ ശക്തി പോരാതെ വരും എന്ന് എറിൻ ചിന്തിക്കുന്നു. അപ്പോഴാണ് മറ്റുള്ളവരെ പറ്റിയൊക്കെ അവൻ ആലോചിക്കുന്നത്. അവർക്ക് എന്ത് സംഭവിച്ചു? ഇനി ഞങ്ങളെ അന്വേഷിച്ച് അവരെങ്ങാനും ഇങ്ങോട്ട് വരുമോ? അങ്ങനെ വന്നാ അത് പ്രശ്നമാകും. ആ കോട്ടയിലുണ്ടായിരുന്ന ടൈറ്റനുകൾക്ക് രാത്രി അനങ്ങാൻ സാധിക്കുമായിരുന്നല്ലോ. അപ്പോ ഈ ടൈറ്റനുകൾക്ക് പറ്റില്ലേ എന്ന് യമീർ അവരോട് ചോദിക്കുന്നു. ഇവിടെയുള്ള ടൈറ്റനുകൾക്ക് രാത്രി അനങ്ങാൻ സാധിക്കില്ല. ആ കാര്യം മറ്റെല്ലാവരെക്കാൾ നന്നായി നിനക്ക് അറിയാവുന്നതല്ലേ യമീർ എന്ന് റെയ്നർ അവളോട് ചോദിക്കുന്നു. അപ്പോഴാണ് എറിൻ അവളെ നോക്കുന്നത്. യമീറിന് എങ്ങനെ ഒരു ടൈറ്റനാവാൻ സാധിക്കുന്നത്? എന്നെ പോലെയല്ല, അവൾക്ക് എന്തൊക്കെയോ അറിയാം. ഇവളിനി ഞങ്ങളുടെ പക്ഷത്ത് തന്നെ ആയിരിക്കുമോ? എന്തായിരിക്കും ഇവൾക്ക് അറിയാവുന്ന ആ വിവരങ്ങൾ? അല്ലെങ്കിൽ തന്നെ ഇവളെ പറ്റി പോലും എനിക്ക് നന്നായിട്ട് അറിയില്ല. ഞാൻ തീരുമാനിച്ചു, എനിക്കിപ്പോ ആവശ്യം വിവരങ്ങളാണ്. ഇവിടെ കാത്തിരിക്കുന്ന സമയം കൊണ്ട് ഇവരുടെ കയ്യിൽ നിന്നും കഴിയുന്ന അത്രയും വിവരങ്ങൾ ചോർത്തിയെടുക്കണം. സോ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്റെ വികാരങ്ങളെല്ലാം അടച്ചു വെച്ച് എന്റെ ശരീരം പഴയതുപോലെ ആക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെടണം എന്ന് എറിൻ പറയുന്നു. സോ ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ടൈറ്റൻ റീജനറേഷൻ. ടൈറ്റനായി മാറാൻ കഴിവുള്ളവർക്കുള്ള മറ്റൊരു കഴിവാണ് റീജനറേഷൻ. കൈകാലുകൾ നഷ്ടപ്പെട്ടാലും മുഖ്യ അവയവങ്ങൾ നഷ്ടപ്പെട്ടാലും ആവശ്യത്തിനുള്ള സമയം ലഭിച്ചാൽ അത് മുഴുവനായിട്ടും തിരിച്ചു വരും. പിന്നീട് നമ്മൾ കാണുന്നത് ഇവരുടെ അടുത്തോട്ട് വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സർവേ കോപ്സിനെയാണ്. ഹേയ് മിക്കാസ, ഒന്ന് പതിയെ പോ. ഇത്ര വേഗത്തിൽ പോയാ നീ വാൻ കാർഡിന്റെ കൂടെ എത്തും. നമ്മൾ അവിടെ എത്തുന്നത് വരെ സംയമനം പാലിക്ക്. എറിനൊന്നും തന്നെ സംഭവിക്കില്ല. അവൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല എന്ന് ഹോണസ് മിക്കാസയോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് റെയ്നറിനോട് കുടിക്കാൻ വെള്ളം ചോദിക്കുന്ന യമീറിനെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിനക്ക് വെള്ളം തരാൻ പറ്റില്ലെന്ന് റെയ്നർ അവളോട് പറയുന്നു. അത് പറഞ്ഞപ്പോഴാ ഇന്നലെ രാവിലെ മുതൽ ഒന്ന് തിന്നാനോ കുടിക്കാനോ എന്തിന് ഒന്ന് വിശ്രമിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഭാഗ്യത്തിന് മതിലുകൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
എന്നാലും ഒന്ന് വിശ്രമിക്കാനുള്ള സമയമെങ്കിലും തന്നൂടെ അവർക്ക്. പ്രമോഷന്റെ കാര്യമൊക്കെ പിന്നെ നോക്കാം എന്ന് റെയ്നർ എന്തൊക്കെയോ പറയാണ്. ഇത് കേട്ട് ബെർഡോൾഡ് ഹേയ് റെയ്നർ എന്നവനെ വിളിക്കുന്നു. എന്താ, ഒരു പ്രമോഷന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ എന്ന് റെയ്നർ അവനോട് ചോദിക്കുന്നു. ഈ കഴിഞ്ഞു പോയ സാഹചര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇതൊക്കെ ഒരു സൈനികന്റെ കടമയാണെന്ന് എനിക്കറിയാം, എന്നാലും നമ്മൾ അതിന് അർഹരല്ലേ? ഏയ് റെയ്നർ, നീ എന്ത് തേങ്ങയായി പറയുന്നേ എന്ന് ഏമർ അവനോട് ചോദിക്കുന്നു. ഏയ് എന്താ, ചാടിക്കേറി നമ്മളെ ക്യാപ്റ്റൻ ആക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് പറഞ്ഞപ്പോഴാ നിങ്ങൾക്ക് ആ ബീരങ്കി എവിടുന്ന് കിട്ടി? അതപ്പ കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ കഥ അവിടെ തീർന്നേനെ. അതിനുശേഷം ക്രിസ്റ്റ എന്റെ മുറിവെല്ലാം തന്നെ കെട്ടിത്തന്നു. ശരിക്കും അവൾക്ക് എന്നോട് എന്തോ ഒരു ഇതില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട്. സോ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്തതൊക്കെ പറയുന്നത് കേട്ട് എറിന് ദേഷ്യം വരുന്നു. നീ എന്താ കളിക്കുവാണോ? ഹേ എറിൻ, നിൽക്ക്, ഇവൻ എന്തോ കുഴപ്പമുണ്ട്. ശരിയല്ലേ ബെർഡോൾ? നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ വാ തുറന്ന് പറയടാ. അപ്പോഴാണ് ബെർഡോൾ റെയ്നറോട് ആ കാര്യം പറയുന്നത്. റെയ്നർ, നീ ഒരു സൈനികനല്ല, നമ്മൾ യോദ്ധാക്കളാണ്. ഇത് കേട്ട് അവൻ എന്തോ പോലെ തോന്നുവാണ്. മാർക്കോ എങ്ങനെ അവരുടെ കയ്യിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങൾ അവൻ ആലോചിക്കുന്നു. കുറച്ചു നേരം മിണ്ടാതിരുന്നവൻ ശരിയാ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് കരയുന്നു. സോ ഇവിടെ എന്താ ഈ നടക്കുന്നേ എന്നുള്ള കാര്യം എറിനും ഏമറിനും മനസ്സിലാവുന്നില്ല. ഇവനിത് എന്തു പറ്റി എന്ന് എറിൻ ചോദിക്കുന്നു. കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് വിചിത്രമായിട്ട് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മതിലുകൾ തകർത്ത് എല്ലാവരെയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുത്തൻ എന്തിന് സ്വന്തം ജീവൻ പണയം വെച്ച് കോണിയെ രക്ഷിക്കണം? അവന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഒരു തരത്തിൽ പരസ്പര വിരുദ്ധമാണ്. അവൻ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്റെ ഊഹം ശരിയാണെങ്കിൽ മതിലുകൾ തകർക്കാൻ വന്ന ഒരു യോദ്ധാവാണ് അവൻ. എന്നാ ഒരുപാട് നാളുകൾ മതിലുകൾക്കുള്ളിൽ ഒരു സൈനികനായി ജോലി ചെയ്തത് കൊണ്ട് തന്നെ യാഥാർത്ഥ്യം എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സോ അവന് ഡുവൽ പേഴ്സണാലിറ്റിയാണ്. റെയ്നർ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. അത് ബെർഡോൾഡിന്റെ മുഖഭാവം കണ്ടാൽ തന്നെ മനസ്സിലാവും. നിർത്താനാ പറഞ്ഞേ എന്ന് റെയ്നർ അവളോട് പറയുന്നു. സോറി, ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയല്ലേ എന്ന് ഏമർ അവനോട് പറയുന്നു. നീ എന്താ കളിക്കുവാണോ? അന്ന് സിഗാക്ഷിന നഗരത്തിൽ ടൈറ്റൻസ് ആക്രമിച്ച സമയത്ത് എന്റെ അമ്മയെ കൊന്നതും എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? നീ തകർത്ത ഗേറ്റിന്റെ ഒരു ഭാഗം എന്റെ വീടിന്റെ മുകളിലാ വന്ന് വീണേ. അതുകൊണ്ടാ എന്റെ അമ്മ അതിനകത്ത് കുടുങ്ങിപ്പോയത്. അതെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിൽ? ചോദിച്ചത് കേട്ടില്ലേ? വാ തുറന്ന് പറയടാ എന്ന് എറിൻ വിളിച്ചു പറയുന്നു. അപ്പോ നിന്നോട് സഹതാപമായിരുന്നു തോന്നിയത് എന്ന് ബെർഡോൾഡും പറയുന്നു. നിങ്ങൾ സൈനികരുമല്ല, യോദ്ധാക്കളുമല്ല, നിങ്ങൾ കൊലയാളികളാണ്. നിരപരാധികളെ കൊന്ന് അതിൽ നിന്നും ആനന്ദം കണ്ടെത്തുന്ന വെറും കൊലയാളികൾ. നിർത്ത്, അത് ഞങ്ങൾക്കറിയാം. നീ പറയേണ്ട ആവശ്യമില്ല. അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഈ നാടകമൊക്കെ? നീയൊക്കെ ഒരു മനുഷ്യനാണോ? ഞങ്ങളുടെ ജീവിതം നരകതുല്യമാക്കിയത് നീയൊക്കെയാണ്. മനസ്സിലായോടോ കൊലയാളികളെ എന്നെറിൻ അവരെ വിളിക്കുന്നു. ഞങ്ങളെ കൊലയാളികൾ എന്ന് വിളിക്കുന്നതിലൂടെ എന്ത് നേടിയെടുക്കാനാ നീ ഉദ്ദേശിക്കുന്നേ? നടന്നതെല്ലാം ഓർത്ത് ഞങ്ങൾ ഇനി പക്ഷാത്തിപ്പിക്കണോ? അതോ ഇനി എല്ലാത്തിനും മാപ്പ് പറയണോ? ഇനി അങ്ങനെ പറഞ്ഞ നിനക്ക് സന്തോഷാവോ എന്ന് റെയ്നർ എറിനോട് ചോദിക്കുന്നു. ഇനി ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ടിരിക്കില്ല. ഇവിടെ കടന്ന് ഇങ്ങനെ അലർന്നത് കൊണ്ട് നിനക്ക് സന്തോഷാവുമെങ്കിൽ ഇനി ഉറക്കെ അലറ് എന്ന് റെയ്നർ വിളിച്ചു പറയുന്നു. ശരിയാ, ഞാനിപ്പോഴും ഒരു നിഷ്കളങ്കനാണ്. അത് മാറ്റണം. എന്നെ കൊണ്ടാവുന്നത് പോലെ നിങ്ങളെ നരകയാചന അനുഭവിച്ച് ഇഞ്ചിഞ്ചായി ഞാൻ കൊല്ലും എന്ന് എറിൻ പറയുന്നു. മണ്ടത്തരം പറയല്ലേ എറിൻ. പിള്ളേരെ പോലെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ നിന്നിലുള്ള എന്റെ പ്രതീക്ഷ നഷ്ടപ്പെടും. ശരി, അതൊക്കെ പോട്ടെ. പറ റെയ്നർ, ഇതിൽ ആ കുരങ്ങന്റെ റോളെന്താ എന്ന് ഏമർ ചോദിക്കുന്നു. കുരങ്ങനോ? ഏത് കുരങ്ങൻ എന്ന് റെയ്നർ ചോദിക്കുന്നു. നിനക്ക് ഓർമ്മയില്ലേ, ആ കോട്ടയിൽ വെച്ച് രണ്ടിന്റെയും മുഖം ഞാൻ ശ്രദ്ധിച്ചതാ. ഞാൻ വിചാരിച്ചു അതാരാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന്. എന്ത് കുരങ്ങനോ എന്ന് ചോദിക്കുകയാണ് എറിൻ. ശ്രദ്ധിച്ചികൾക്ക് കുരങ്ങനെ പോലെ ഇരിക്കുന്ന ഒരു ബീസ്റ്റ് ടൈറ്റൻ. മതിലുകൾക്കുള്ളിലെ ടൈറ്റൻസ് വരാൻ കാരണം അതാണ്. സൈനികർക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കാനാണ് അത് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിന്റെ അടുത്തോട്ടാണ് ഇവർ പോവാൻ ശ്രമിച്ചത്. അതുണ്ടെങ്കിലേ ഇവർക്ക് ഇവരുടെ ജന്മനാട്ടിലോട്ട് പോവാൻ സാധിക്കൂ. എന്താ ശരിയല്ലേ എന്ന് ഏമർ അവരോട് ചോദിക്കുന്നു. അതല്ല, ഇതൊക്കെ എങ്ങനെ നിനക്കറിയാം? ഇനി ഒരുപാട് കാര്യങ്ങൾ നിനക്കറിയാമെന്ന് എനിക്കറിയാം. പറ, നിനക്കറിയാവുന്നതെല്ലാം പറ എന്ന് എറിൻ അവളോട് ചോദിക്കുന്നു. എറിൻ, ഇവരെ കൊന്നതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. എന്നാ പറ, ആരാ ഞങ്ങളുടെ ശത്രു എന്ന് എറിൻ അവളോട് ചോദിക്കുന്നു. എന്ത് ശത്രുവോ? അതാരാണെന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ വരുന്ന സമയത്ത് റെയ്നർ അതിന്റെ ഇടയിൽ കയറുന്നു. എമിർ, ഈ ലോകത്തിന് ഒരു ഭാവിയുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന്റെ ഉത്തരം നിനക്ക് അറിയാമെങ്കിൽ നിന്റെ അടുത്ത നീക്കത്തെ പറ്റി നീ ആലോചിക്കുക. നിനക്ക് ഞങ്ങളുടെ കൂടെ ചേരാൻ ഇനിയും സമയം വൈകിട്ടില്ല എമിർ. നിന്നെയൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾക്കും എന്നെ വിശ്വാസമൊന്നുമില്ലല്ലോ എന്ന് ഏമർ അവരോട് ചോദിക്കുന്നു. ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമാണ് എമിർ. കാരണം നിന്റെ ഒരേ ഒരു ലക്ഷ്യം
അത് ക്രിസ്റ്റയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി പറയുന്നത് കേട്ടാൽ ഞാൻ തമാശ പറയുകയാണെന്ന് നിനക്ക് തോന്നും, പക്ഷേ ക്രിസ്റ്റയെ സംരക്ഷിക്കുകയാണ് ഞങ്ങളുടെ ഈ ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുവോ? അതോ ഞങ്ങളെക്കാൾ കൂടുതൽ എറിന്റെ ശക്തിയെ നീ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങളുടെ കൂടെ വന്ന നിന്റെ ഭാവി സംരക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഞങ്ങളുടെ കൂടെ ചേർന്ന് ക്രിസ്റ്റയുടെ ഭാവി സംരക്ഷിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും. തീരുമാനം നിന്റേത് മാത്രമാണ് ഏമിർ എന്ന് റെയ്നർ അവളോട് പറയുന്നു. എന്താ ഈ ലോകത്തിനൊരു ഭാവി ഇല്ലെന്നാണോ ഇവർ പറഞ്ഞു വരുന്നത്? പിന്നെ ഇതിന്റെയൊക്കെ ഇടയിൽ എങ്ങനെയാ ഒരു കുരങ്ങ് വന്നേ? എന്താ ഇവിടെ ശരിക്കും സംഭവിക്കുന്നേ എന്ന് എറിൻ ചിന്തിക്കുന്നു. ഹേ ഏമിർ, പറ, ആരാണ് ആ ശത്രു എന്ന് എറിൻ അവളോട് ചോദിക്കുന്നു. എനിക്കറിയില്ല എന്ന് അവളും പറയുന്നു. ഓ, അപ്പൊ നീ തീരുമാനിച്ചു, കഷ്ടമായി പോയി എറിൻ എന്ന് റെയ്നർ എറിനോട് പറയുന്നു. പെട്ടെന്നാണ് സർവേ കോപ്സ് അങ്ങോട്ട് വരുന്നത്. അവർ കാണുന്നത് സൂര്യൻ അസ്തമിക്കാൻ ഇനി 1 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. സോ കറക്റ്റ് സമയത്ത് തന്നെ ഏമിർ കാലുമാറി. സോ രാത്രിയാവാതെ അവർക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. സർവേ കോപ്സ് അവരെ അന്വേഷിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡൊക്കെ വേറെ ലെവലായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുക. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ.